നമസ്തേ. ജനം എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദരവേറ്റുവാങ്ങിയ സമൂഹമായിരുന്നു. കെ കേളപ്പജിയും സി കെ ഗോവിന്ദൻ നായരും എ കെ ജിയും EMSഉം PKVയും സി കെ ചന്ദ്രപ്പനും കെ ജി മാരാരും ഒക്കെ ഇങ്ങനെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചവരാണ്. അവർക്കൊരിക്കലും രാഷ്ട്രീയം ഒരു ബിഗ് ബിസിനസ് ആയിരുന്നില്ല. അവർ ആരും വൻതോതിൽ അഴിമതി നടത്തി പണം ആർജിച്ചവരല്ല. ഹാർബിപുരം കൊട്ടാരമടക്കം 150 ഏക്കർ സ്ഥലവും മറ്റും ഉപേക്ഷിച്ച മനോമണിയവും മകൻ PS നടരാജപിള്ളയെയും ഇന്നത്തെ നേതാക്കൾക്ക് അറിയില്ല. PS നടരാജപിള്ള നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഏതോ ഒരു പിള്ളയാണ്. അഴിമതിയുടെ കഥകൾ തീരുന്നില്ല. പാമോലിൻ മുതൽ ലാവലിനും സ്പ്രിംഗ്ലറും ലൈഫ് മിഷനും ഒക്കെയായി കഥ തുടരുകയാണ്. സരിതയും സ്വപ്നയും ഒക്കെയായി സ്വപ്നസുന്ദരികളെക്കുറിച്ചുള്ള വിവാദം മറ്റൊരു പാതയിലും. എന്താണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? എഡിറ്റേഴ്സ് ചോയ്സ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. മുൻ വൈസ് ചാൻസലറും മുൻ PSC ചെയർമാനുമായ ഡോക്ടർ KS രാധാകൃഷ്ണൻ, മുൻ MPയും ഇടത് സഹയാത്രികനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകരായ അഡ്വക്കേറ്റ് A ജയശങ്കർ, KM ഷാജഹാൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത്. അതിഥികൾക്കും പ്രേക്ഷകർക്കും എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡോക്ടർ KS രാധാകൃഷ്ണൻ, അങ്ങയിലേക്ക് തന്നെയാണ് ആദ്യം. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക്, പൊതുപ്രവർത്തകർക്ക് പൂർണ്ണമായും വിലയിടിഞ്ഞു എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെ കാണുന്നു? പൊതുജീവിതം എന്ന് പറഞ്ഞാൽ പൊതുച്ചിലവിലുള്ള ജീവിതം എന്ന അവസ്ഥയിലേക്ക് കേരളം മാറി തുടങ്ങിയത് ഏതാണ്ട് 1980 ശേഷമാണ് എന്ന് തോന്നുന്നു. 80 മുൻപ് 70 അവസാനം 75 ഒക്കെ കഴിയുമ്പോഴേക്കും അത് തുടങ്ങിയെങ്കിലും 80 ശേഷം പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതുച്ചെലവിൽ ജീവിക്കുക എന്നതായിരുന്നു. പൊതുച്ചെലവിലുള്ള ജീവിതം കഴിഞ്ഞ് പൊതുപ്രവർത്തനത്തിലൂടെ വലിയ രീതിയിലുള്ള ധനസമ്പാദനം നടത്താം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയത് 90-ഉം 2000-ഉം ഇപ്പോൾ 2020 വരെയുള്ള ഈ കാലഘട്ടത്തിലൂടെയാണ്. വരുമ്പോൾ ഏതാണ്ട് 80 തുടങ്ങി 20 വരെയുള്ള 40 കൊല്ലത്തിനുള്ളിലാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് സങ്കല്പിക്കാവുന്ന ഏറ്റവും വലിയ ബിസിനസ്സായി തീർന്നത് എന്നുള്ളതാണ് വസ്തുത. അത് ഒരു ഉദാഹരണം പറയണമെങ്കിൽ, ഒരിക്കൽ ഞാൻ ഒരു പ്രാവശ്യം R സുഗതനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ, ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, തൂപ്പുകാരിയുടെ മകനായി രാഷ്ട്രീയത്തിൽ വന്നിട്ട് കോടാനുകോടികൾ സമ്പാദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചിലരെങ്കിലും രാഷ്ട്രീയത്തിൽ എത്തുന്നു എന്ന് പറഞ്ഞു. കൊല്ലത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ അന്ന് അതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു എങ്കിൽ ഇന്നത് സാർവത്രികമായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. രാഷ്ട്രീയത്തിലേക്ക് ഒരാൾ വരുന്ന കാലവും ആ വരുന്നതിന് ശേഷമുള്ള അയാളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റവും, രാഷ്ട്രീയത്തിൽ ഒരാൾ ഇറങ്ങുമ്പോഴുള്ള അയാളുടെ ആസ്തി ബാധ്യതകളും, രാഷ്ട്രീയത്തിൽ 10-40 കൊല്ലം പ്രവർത്തിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ആർജിക്കുന്ന സമ്പത്തും എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അന്വേഷണവും കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ സമ്പാദ്യം, അദ്ദേഹത്തിന്റെ മക്കളുടെ സമ്പാദ്യം ഇപ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് നമുക്കത് ചർച്ച ചെയ്യാൻ വിലക്കപ്പെട്ടിരുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. സമുന്നതനായ ഒരു കേരള രാഷ്ട്രീയ നേതാവിന്റെ മകൻ 5 കൊല്ലക്കാലം അമേരിക്കയിൽ ജീവിച്ചതിന് ശേഷം തിരിച്ചു വന്ന് ഇൻകം ടാക്സിന്റെ മുമ്പാകെ അദ്ദേഹം വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന് $30 മില്യൺ സമ്പാദ്യമുണ്ട് എന്നുള്ളതാണ്. ആ കാലത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു മന്ത്രിയായിരുന്നു, കേന്ദ്രത്തിൽ ഒരു മന്ത്രിയായിരുന്നു എന്ന കാര്യവും നമ്മൾ മറക്കരുത്. പക്ഷേ
ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ ആരും അന്വേഷിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് പ്രാഥമികമായ വിദ്യാഭ്യാസം തന്നെ കഷ്ടിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നേതാവായി വന്നതിന് ശേഷം എങ്ങനെയാണ് ഈ വില കൂടിയ ആഡംബര കാറുകളിൽ ഡ്രൈവറെ വെച്ച് സഞ്ചരിക്കാൻ കഴിയുന്നത് എന്നത് എനിക്ക് അത്ഭുതമാണ്. 36 കൊല്ലത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം കോളേജ് അധ്യാപകൻ തുടങ്ങി PSC ചെയർമാൻ വരെയുള്ള കാലത്ത് ജോലി ചെയ്തതിന് ശേഷം റിട്ടയർ ചെയ്തപ്പോൾ മാത്രമാണ് എനിക്കൊരു മാരുതി കാർ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ കഴിഞ്ഞത്. അതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ ചെറുകിടക്കാർക്ക് പോലും വലിയ വാഹനങ്ങളുണ്ട്. അവർ വലിയ ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. അവരുടെ കയ്യിൽ നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം വന്നു ചേരുന്നു. അവരെല്ലാം തന്നെ മിക്കവാറും പേര് രമ്യ ഹർമ്മ്യങ്ങൾ പണിയുന്നു. ഇതൊക്കെ എങ്ങനെ കഴിയുന്നു എന്നുള്ള കാര്യം അന്വേഷിക്കുമ്പോഴാണ് രാഷ്ട്രീയം പൊതുച്ചെലവിലുള്ള ജീവിതം മാത്രമല്ല, പൊതുവെ ധനം ആർജിക്കുന്നതിനുള്ള മാർഗമാണ് എന്നുകൂടി വന്നു ചേരുന്നു. എനിക്ക് സൗഭാഗ്യവശാൽ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അല്ലാത്ത രാഷ്ട്രീയ നേതാക്കളെ കാണാനും പരിചയപ്പെടാനും അവസരം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മൺമറഞ്ഞു പോയ രാഷ്ട്രീയ നേതാക്കളിൽ കുറെ പേരുടെ പേര് നമ്മുടെ സുരേഷ് ബാബു പറഞ്ഞു. പക്ഷെ എനിക്ക് നേരിട്ടറിയാവുന്ന 2 പേര്, ഞാൻ ഇവിടെ ഇതിനു മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞ രീതിയിൽ അലക്സാണ്ടർ പറമ്പിത്തറയും KK മാധവൻ മാഷുമാണ്. KK മാധവൻ മാഷ് ദളിത് സമുദായത്തിൽ ജനിച്ച് മഹാരാജാസ് കോളേജിൽ നിന്ന് സുവോളജി 1ാം ക്ലാസ്സിൽ പാസ്സായി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MAയും LLBയും കഴിഞ്ഞ് ഇവിടെ വന്ന് അദ്ദേഹം ഇവിടെ പൊതുപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് സഹോദരൻ അയ്യപ്പൻ മന്ത്രിയായിരിക്കുന്നു കൊച്ചിയിൽ. ആ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ഇനി ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിയെ നമുക്ക് വേണം. ആ ജഡ്ജ് ആരായിരിക്കണം എന്നുള്ള ചോദ്യം വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളെല്ലാം കാണുന്നത് മാധവനെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മാധവൻ മാഷ യശശരീരനായ ബാലഗംഗാധര മേനോൻ എന്ന് പറയുന്ന CPI അനുഭാവിയായിരുന്ന അഭിഭാഷകൻ അദ്ദേഹത്തെ വിളിച്ച് ചെന്നു കഴിഞ്ഞപ്പോൾ മാധവൻ മാഷ അത് സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കാതിരിക്കാനായി അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം റാഡിക്കൽ ഹ്യൂമനിസ്റ്റ് ആണ്. റാഡിക്കൽ ഹ്യൂമനിസത്തിന്റെ വ്യവസ്ഥയിൽ ഒരു കാരണവശാലും സർക്കാർ ഉദ്യോഗം സ്വീകരിക്കരുത് എന്ന നിബന്ധനയുണ്ട്. അതുകൊണ്ട് താൻ ഇത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് മാധവൻ മാഷ്. അദ്ദേഹം ജനിച്ചതും ദരിദ്രനായിട്ടാണ്. ഇത്രയും വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ് വന്ന് അദ്ദേഹം മരിക്കുമ്പോഴും മക്കളുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു ആ പാവം മനുഷ്യൻ തൻ്റെ നിത്യനിദാന ചെലവുകൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന. ചെറിയ പെൻഷൻ MLA എന്നതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു എന്നത് നേരാണെങ്കിലും ഇങ്ങനെയുള്ള ഈ സ്വന്തം ഭൂമി വിറ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ദാരിദ്ര്യം പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള അലക്സാണ്ടർ പറമ്പിത്തറ എന്ന് പറയുന്ന വലിയ നേതാവിനെയൊക്കെ എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ സ്ഥാനത്താണ് ഇന്ന് കക്ഷി വ്യത്യാസമില്ലാതെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരുന്നവർ എങ്ങനെയാണ് ഇത്രയേറെ പണം എളുപ്പത്തിൽ സമ്പാദിച്ചു കൂട്ടുന്നത്? ഇത് രാഷ്ട്രീയത്തിന്റെ മാത്രം പ്രശ്നമല്ല. എങ്ങനെയാണ് ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുന്ന ഒരു അതിലേക്ക് വരാം. പറഞ്ഞേക്കട്ടെ സാരഥിക്ക് 6000 കോടി രൂപ ഒരു ചെറിയ കാലഘട്ടത്തിനിടയിൽ കിട്ടുന്നത് എന്ത് വ്യവസ്ഥ അനുസരിച്ചിട്ടാണ്? ഏത് വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിന് 17,000 ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടാൻ കഴിയുന്നത്? ഇതിനൊന്നും ഒരു തരത്തിലുള്ള പരിശോധനയില്ല, ഒരു തരത്തിലുള്ള നിയന്ത്രണമില്ല. ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. കോടികൾ എറിഞ്ഞ് കോടികൾ കൊയ്യുന്ന ഒരു വ്യവസായമായി കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന പൊതുപ്രവർത്തനം മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇതൊക്കെ നമ്മൾ സമ്മതിച്ചുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിന്ന് TV-യിലൊക്കെ പലരും വീമ്പ് പറയുന്നത് കേൾക്കാം. ഇത് കേരളമാണ്, ആ കേരളമാണെന്ന് ഓർക്കണം. ഇവിടെ ഏത് തരത്തിലുള്ള അഴിമതിയാണ് ഈ കേരളത്തിൽ നടക്കാത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, അങ്ങനെ വീണ്ടും വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, അങ്ങ് പലതവണ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്. ഇപ്പോൾ രാധാകൃഷ്ണൻ സാറ് R. സുഗതനെ കുറിച്ച് ഇവിടെ പറഞ്ഞു.
ഒരു ഇൻ്റർനാഷണൽ ലേബർ കോൺഫറൻസിന് സിംഗപ്പൂരിലേക്ക് വിമാനത്തിൽ കയറിപ്പോയ ആർ സുഗതൻ കൈലിമുണ്ടാണ്, സാധാരണ കൈലിമുണ്ടെടുത്താണ് പോയത്. ബാക്കി മറ്റു പല രാഷ്ട്രങ്ങളിൽ നിന്നും കോട്ടും സ്യൂട്ടും ഇട്ട് തൊഴിലാളി നേതാക്കൾ വന്നപ്പോൾ കൈലിമുണ്ടെടുത്തു പോയ ആർ സുഗതൻ ഒരു വളരെ വിരളമായ റയറസ്റ്റ് ഓഫ് ദ റയർ എന്ന് പറയാവുന്ന ആ തരത്തിലെ ജനുസിൽപ്പെട്ട ഒരാളായിരുന്നു. ആ നേതാക്കളിൽ നിന്നാണ് കേരളത്തിലെ ഈ പുതിയ നേതാക്കളുടെ ഒരു യുഗത്തിലേക്ക് നമ്മൾ മാറുന്നത്. അങ്ങയുടെ നിരീക്ഷണം, ആ നിരീക്ഷണത്തിനാണ് നമ്മൾ കാതോർക്കുന്നത്. തീർച്ചയായിട്ടും സുഗതൻ സാറിൻ്റേത് ഒറ്റപ്പെട്ട ഒരു ഉദാഹരണമേ അല്ല. സഖാവ് KC ജോർജ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മറന്നുപോയ ഒരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിട്ട് കഴിഞ്ഞിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരി 15 രൂപ ഒരു മാസം അയച്ചു കൊടുക്കും. അതുകൊണ്ട് പുള്ളി വളരെ ലാവിഷായിട്ട്, അദ്ദേഹം മാത്രമല്ല, അന്ന് തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തപ്പെട്ടല്ലേ, തിരുവിതാംകൂറിലേക്ക് തിരിച്ചു പോകാൻ പറ്റാതെ കൊച്ചിയിൽ ക്യാമ്പ് അടിച്ചിരുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകരും സന്തോഷമായിട്ട് സുഭിക്ഷമായിട്ട് ജീവിച്ചിരുന്നു. അവർ സിനിമ പോലും കണ്ടിരുന്നു. സിനിമ കണ്ടിരുന്നത് തറ ടിക്കറ്റ് എടുത്തിട്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പാർലമെന്റ് മെമ്പറായി സമയത്ത് പാർലമെന്റ് അംഗങ്ങൾക്ക് അന്നും 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാം. ശ്രീ KC ജോർജ് 3-ാം ക്ലാസ്സിൽ മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ. കാരണം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത്. ഒരു ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് രാജ്യസഭയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, അതിന് ശമ്പളവും മറ്റ് അലവൻസുകളും ഉണ്ട്. അലവൻസുകളാണ് കൂടുതൽ. ഈ അലവൻസുകൾ മുഴുവനും അദ്ദേഹം പാർട്ടിയിൽ അടക്കുകയും പാർട്ടി കൊടുക്കുന്ന ലെവി കൊണ്ട് മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴും അത്ര വിരളമല്ല. ഇപ്പോൾ ശ്രീ KS ഇവിടെ പറഞ്ഞ ഒരു നല്ല ഉദാഹരണം, അദ്ദേഹത്തിന്റെ നാട്ടുകാരൻ തന്നെ ശ്രീ MM ലോറൻസ്, അല്ലെങ്കിൽ KN രവീന്ദ്രനാഥ്. ഇങ്ങനെ എറണാകുളത്ത് തന്നെ എത്രയോ ആളുകളുണ്ട് വളരെ ആർഭാടരഹിത. അതെ, ഞാൻ പറഞ്ഞത് നിരാർഭാടമായ ജീവിതം നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. യശശരീരനായ ശ്രീ ലോനപ്പൻ നമ്പാടൻ മാഷ് അദ്ദേഹത്തിന്റെ ജീവിത അവസാന കാലത്ത് എടപ്പള്ളിയിലാണ് താമസിച്ചത്. എടപ്പള്ളി അമൃത ഹോസ്പിറ്റലിന്റെ അടുത്താണ് അദ്ദേഹം ഒരു വാടക വീട് എടുത്ത് താമസിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് വൃക്ക രോഗമാണ്, ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ രാഷ്ട്രീയം കൂടെ ഒന്നും സമ്പാദിച്ച ആളല്ല, അതുകൊണ്ട് തൃശ്ശൂർ ഏതെങ്കിലും ആശുപത്രിയാണ് ഇതിനേക്കാൾ കൂടുതൽ പണം ചിലവാകും, അമൃതയിലാവുമ്പോൾ ഏറ്റവും കുറഞ്ഞ പൈസയിലാണ്, അതുകൊണ്ട് ഇവിടെ ഒരു വീടെടുത്ത് താമസിക്കുകയാണ് ഞാനും ഭാര്യയും. എന്നിട്ട് പറഞ്ഞു, ജയശങ്കറെ പെൻഷൻ ഉള്ളതുകൊണ്ട് ടെൻഷനില്ല, എനിക്ക് 4 പെൻഷൻ ഉണ്ട്. ഒന്ന് MP പെൻഷൻ, മറ്റത് MLA പെൻഷൻ, മൂന്നാമത് സ്കൂളിൽ നിന്നുള്ള പെൻഷൻ, ദേവ് സ്കൂൾ മാഷായിരുന്നല്ലോ, ഭാര്യയുടെ പെൻഷൻ. ഇങ്ങനെ 4 പെൻഷൻ ഉള്ളതുകൊണ്ട് ഈ വയസ്സുകാലത്ത് മക്കളെ ആശ്രയിക്കാതെ ജീവിക്കാം. അദ്ദേഹത്തിൻ്റെ മക്കളാരും വലിയ സമ്പന്നരോ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരൊന്നും ആയിരുന്നില്ല. ഒരു മകന് 2 പെൺകുട്ടികളാണ്. ആ മകൻ ഒരു സഹകരണ ബാങ്കിലെ എന്തോ ഉദ്യോഗസ്ഥനാണ്. അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ സമീപത്തിൽ ഈ സമീപകാലത്ത് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീ KS ഇവിടെ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ഇതൊരു വലിയ ബിസിനസ്സായിട്ട് മാറിയിരിക്കുന്നു. അതിന് രാഷ്ട്രീയ കൊടിയുടെ നിറവ്യത്യാസമില്ല. മിക്കവാറും എല്ലാ ആളുകളും ഇതുപോലെ തന്നെയാണ്. ഇന്നലെ വരെ ബീഡി വലിച്ചുകൊണ്ട് നടന്ന ആളുകൾ ഇന്നിപ്പോൾ ഇന്നോവയിൽ കയറി യാത്ര ചെയ്യുന്നത് നമ്മൾ കാണും. ഇവിടെ ഈ എറണാകുളം ജില്ലയിലെ ഒരു ലോക്കൽ സെക്രട്ടറി, CPMന്റെ ലോക്കൽ സെക്രട്ടറി, അദ്ദേഹം വെള്ളമുണ്ട്, വെള്ള ഷർട്ട്, വെള്ള ചെരുപ്പ്, വെള്ള കാർ, ഇങ്ങനെ മൊത്തം വെള്ളയാണ് പുള്ളിയുടെ. ഇപ്പോൾ കോടാനുകോടി രൂപ സമ്പാദിച്ചു. അത് ഓരോ നേതാക്കന്മാരും ഇതുപോലെയാണ്. നമ്മളൊക്കെ അറിയുന്ന വളരെ നിസ്വാർത്ഥനായിട്ട് കരുതപ്പെട്ടിരുന്ന ഒരു നേതാവ് എന്നെ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വിളിച്ചു. കല്യാണത്തിന് പോയി കണ്ട് അവിടുത്തെ ആർഭാടം കണ്ട് ഞാൻ നടുങ്ങിപ്പോയി. കാരണം ഇദ്ദേഹം ഇങ്ങനെ ഇത്രയും ആളെ കാഴ്ചയിൽ വളരെ സാധുവാണ്, അല്ലെങ്കിൽ വളരെ വിപ്ലവ തത്വങ്ങളൊക്കെ പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷെ അവിടുത്തെ ആർഭാടം കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. ഞാൻ പിന്നീട് വേറൊരാൾ പറഞ്ഞു, ഇദ്ദേഹം ഈ മദ്യക്കടത്ത് എന്ന് പറഞ്ഞ വലിയ കലാപരിപാടി ഉണ്ട്, അവരുടെ പ്രധാനപ്പെട്ട ഇടനിലക്കാരനാണ്. അങ്ങനെ വളരെയധികം ധനം സമാഹരിച്ചിട്ട് പക്ഷെ അത് ഇപ്പോഴും നിസ്വനായി നിരാർഭാടനായി അഭിനയിക്കുകയാണെന്നുള്ളതാണ്. അങ്ങനെ അല്ലാത്ത ആളുകളുണ്ട്, സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആൾ. ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ തന്നെ നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. സ്വന്തമായിട്ട് വാഹനമോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസും ഇല്ലാത്ത തോമസ് ഐസക് എന്ന് പറഞ്ഞ ഒരു നേതാവ്. പിന്നെ നമ്മുടെ G സുധാകരൻ 5 പൈസ അനാമത്തായിട്ട് ചിലവാക്കാത്ത, യാതൊരു അഴിമതിയും ഇല്ലാത്ത, അങ്ങേയറ്റം നിരാർഭാടമായിട്ട് ജീവിക്കുന്ന, ഈ മന്ത്രിമന്ദിരം മോടി പിടിപ്പിക്കുന്നതിൽ ഏറ്റവും കുറവ് പണം ചിലവഴിച്ചിട്ടുള്ള ആ സുധാകരനെ പോലുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ ഈ പുതിയ തലമുറ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ നേതാക്കന്മാർ, എല്ലാ പാർട്ടിയിലും, ഒരു പാർട്ടിയിലും നിന്നല്ല, വളരെയധികം പണം. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രധാനപ്പെട്ട മുതലാളിമാരാണ് ഈ നേതാക്കന്മാരെ സ്പോൺസർ ചെയ്യുന്നത്. സ്പോൺസർഷിപ്പ് ഒരു പ്രധാന ഘടകമുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാന്ന് വെച്ചാൽ വലിയ പണച്ചെലവാണ്. പാർട്ടിയുടെ ടിക്കറ്റ് കിട്ടാൻ പണം ചെലവഴിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രചരണത്തിന് ഒരുപാട് പൈസ ചിലവാക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച തോകൊണ്ടൊന്നും ഇവിടെ ഒരു ബിസിനസ്
യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവർ ഏതെങ്കിലും ഒരു മുതലാളി അല്ലെങ്കിൽ ഒന്നിലധികം മുതലാളിമാർ അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യക്കാർ മൂലധന ശക്തികൾ ഇവരെ സ്പോൺസർ ചെയ്യും. അപ്പോൾ അവരുടെ സ്പോൺസർഷിപ്പിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നാട്ടിലും മറുനാട്ടിലും ഉള്ള ഒരുപാട് ആളുകളുടെ സാമ്പത്തിക സഹായം കൊണ്ടാണ് ഒരാൾ MLA ആകുന്നത്, അല്ലെങ്കിൽ MP ആകുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും സ്ഥാനത്തെത്തും. അതിന് ശേഷവും അവർ ഈ പറഞ്ഞ ആളുകളുമായിട്ട് കൂട്ടുകച്ചവടം നടത്തുകയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഇനി ഞാൻ ഒന്നുകൂടി പറയാം, ഇത് കേരളമാണെന്ന് പറഞ്ഞില്ല, കേരളത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. കേരളത്തിൽ നിന്ന് പോകുന്ന MP-മാരാണ് ഇന്ത്യൻ പാർലമെന്റിലെ മിക്കവാറും ഏറ്റവും ദരിദ്രരായ ആളുകൾ. മറ്റൊക്കെ ശതകോടീശ്വരന്മാരാണ്. അവിടെ കാശുള്ളവർക്ക് മാത്രമേ ഇലക്ഷൻ മത്സരിക്കാൻ പറ്റൂ. ഈ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ പാർലമെന്റിലേക്ക് ജയിക്കുന്ന ആളുകൾ കോടീശ്വരന്മാരാണ്. സാധാരണക്കാർക്കൊന്നും അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുകയില്ല. അത്രയധികം പണം ആവശ്യമുണ്ട്. നമ്മൾ ഈ ബെല്ലാരിയിലെ റെഡ്ഡിമാരെ പറ്റിയൊക്കെ പറയും. അത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല, വലിയ പണമുള്ള ആളുകളാണ്. ബീഹാറിലൊക്കെ ആണെങ്കിൽ അതും പോരാ, അതിനൊപ്പം മറ്റേ ഗുണ്ടായുസോ കൂടി വേണം. അധോലോക നായകന്മാരാണ് അവിടെയൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പണം മാത്രം പോരാ, മസിൽ പവറും വലിയ തോതിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ ഈ സംവിധാനത്തിൻ്റെ ഒരു ജീർണതയാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൂടി പറയുന്നത് അവസാനിപ്പിക്കുക. ഇവിടെ സുഗതൻ സാറിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് കുറച്ച് ആൾ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ ഈ കാമരാജ് പ്ലാൻ മുഖേന അദ്ദേഹത്തെ മാറ്റി നിർത്തിയ ഒരു സമയമുണ്ട്. 1964 നെഹ്റു ഭരിക്കുന്നത്. 63 ഒക്ടോബർ 2-ാം തീയതിയാണ് കാമരാജ് പ്ലാൻ പ്രഖ്യാപിക്കുന്നത്. കാമരാജിൻ്റെ ഒരു പ്ലാനാണ് എങ്കിലും അതിൻ്റെ പ്ലാനിൻ്റെ പുറകിലുള്ള ബുദ്ധി നെഹ്റുവിൻ്റെയാണ്. അതേ തുടർന്ന് മൊറാർജി ദേശായി മുതലായ മന്ത്രിമാർ രാജിവെച്ചു. കൂട്ടത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് കുൽദീപ് നയ്യാർ ഒരു ഇദ്ദേഹത്തിന് വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം വീട്ടിലെ മറ്റെല്ലാ വിളക്കുകളും കെടുത്തി അകത്തൊരു ലൈറ്റ് മാത്രം കത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം വന്ന് ചോദിച്ചാൽ എന്ത് ഇവിടെ കറണ്ട് ഇല്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടല്ല, ഇപ്പോൾ ഇന്നലെ വരെ ഇത് കാശ് കൊടുത്തിരുന്ന ഖജനാവിൽ നിന്നായിരുന്നു, ഇനിമേലിൽ ഞാൻ കൊടുക്കണം, എൻ്റെ കയ്യിൽ പൈസ വളരെ കുറവാണെന്ന് അറിയാമല്ലോ. അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത് ആകെ ഒരു അംബാസഡർ കാറാണ് ഒരു സ്വകാര്യ സ്വത്തായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഗഡു പിന്നെയും അടച്ചു തീർക്കാൻ ബാക്കിയായിരുന്നു. അംബാസഡർ കാർ സെക്കൻഡ് ഹാൻഡ്. ഇത് മാത്രമല്ല, അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഹിൽട്ടൺ ഹോട്ടൽ ഉണ്ടല്ലോ കൈറോയിൽ, ചേരിചേരാ സമ്മേളനത്തിന് പോയതാണ്. കൈറോയിലെ ഹിൽട്ടൺ ഹോട്ടലിൽ കഞ്ഞി വെച്ച് കുടിച്ച ആളാണ്. അതേ ഹോട്ടലിൽ വളരെ വില കൂടിയ വിശിഷ്ട ഭോജ്യങ്ങളൊന്നും കഴിക്കുന്ന ആളല്ല, കഞ്ഞിയാണ് വീട്ടിൽ. അപ്പോൾ ഹോട്ടലിൽ അതേ ഇവിടുന്ന് കൊണ്ടുപോയ കലവും അരിയൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ച് കഞ്ഞി ഉണ്ടാക്കി കുടിക്കും. ഇത് ഹോട്ടലുകാർ അറിഞ്ഞപ്പോൾ പ്രശ്നമായി. കാരണം ഹിൽട്ടൺ ഹോട്ടലിലെ റൂൾ അനുസരിച്ചിട്ട് അവിടെ ആരും സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിക്കാൻ പാടില്ല, അവിടെ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചോളും നിർബന്ധമുണ്ട്. ആരും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് വെച്ചാൽ ഹിൽട്ടൺ ഹോട്ടലുകാർക്ക് അത്ര വലിയ കേമത്തരമൊന്നുമില്ല. പിന്നെ കേണൽ നാസർ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ നിരാർഭാടരായ ലളിത ജീവിതം നയിച്ചിരുന്ന ആളുകളുണ്ട്. ഗുൽസാരിലാൽ നന്ദ മരിക്കുന്ന സമയത്ത് പരമ ദരിദ്രനായിരുന്നു, യാതൊരു സ്വത്തുമില്ലാതെ മരിച്ച ആളാണ്. എത്രയോ കൊല്ലം ഏതൊക്കെ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച ആൾ, ഏതൊക്കെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഭരിച്ച മന്ത്രിയായിരുന്നു. ഗുൽസാരിലാൽ നന്ദ തികച്ചും നിർധനനായിട്ട് നിരാശ്രയനായിട്ടാണ് മരിച്ചത്. പക്ഷെ അതൊക്കെ പഴയ കഥയാണ്. ഇനിയിപ്പോൾ നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാലമില്ലാണ്ട് മാറി. ഓക്കെ, വീണ്ടും വരാം. ഒരിടവേളയിലേക്ക് ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ KM ഷാജഹാൻ, കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ഒരിക്കൽ ചാലയിലെ ഒരു കച്ചവടക്കാരന് ഒരു കത്തെഴുതി, മകൾക്ക് 2 വോയിൽ സാരി കടം കൊടുക്കണം, അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു തരാം. വേറൊരു മുഖ്യമന്ത്രിയുടെ ഡയറിക്കുറിപ്പ് പ്രഭാത് ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, C അച്യുതമേനോൻ്റെ. അതിൽ അദ്ദേഹം പറയുന്നു, മരുന്ന് തീർന്നു, പെൻഷൻ നാളെ വരുമായിരിക്കും, എന്നാലേ മരുന്ന് വാങ്ങാൻ കഴിയൂ. ഇത് 2 മുഖ്യമന്ത്രിമാരുടെ, കേരളത്തിലെ 2 മുഖ്യമന്ത്രിമാരുടെ ജീവിതമാണ്. ആ മുഖ്യമന്ത്രിമാരിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിലേക്കുള്ള ആ മാറ്റത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഇല്ല സുരേഷ്, ഇപ്പോൾ നേരത്തെ സംസാരിച്ചവർ പൊതുവിൽ രാഷ്ട്രീയ രംഗത്തുണ്ടായിട്ടുള്ള ജീർണതയെക്കുറിച്ചിട്ട് വിശദമായി സൂചിപ്പിച്ചു. ഇപ്പോൾ സുരേഷ് ബാബുവും ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകുന്നതിന് പകരം ഇതിൻ്റെ വേറൊരു തലം അവതരിപ്പിക്കാനാണ് ഞാനിന്ന് ശ്രമിക്കുന്നത്. കാരണം മറ്റത് ഞാൻ ഒരുപാട് ചർച്ച ചെയ്തത് കൊണ്ടാണ്. മുഖ്യമന്ത്രിമാരുടെ കാര്യം നമുക്കറിയാം, ഇപ്പോൾ അച്യുതമേനോൻ്റെ കാര്യമായാലും EMSൻ്റെ കാര്യമായാലും നമുക്കറിയാം, ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യം നമുക്കറിയാം, ഇതിനു മുമ്പുണ്ടായിരുന്ന VS അച്യുതാനന്ദൻ്റെ കാര്യം നമുക്കറിയാം. ഈ വ്യത്യാസമെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്.
ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ 2006-2011 കാലഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ 2008 നടന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരിയുടെ കല്യാണം നമുക്കറിയാം. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാവ്, അതായത് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി കോടിയേരി ബാലകൃഷ്ണൻ അണിഞ്ഞിരുന്ന ഡയമണ്ട് ആഭരണങ്ങളെ കുറിച്ച് നമുക്കറിയാം. അതൊക്കെ 2008 കാര്യമാണ് ഇനി പറയുന്നത്. ഇപ്പോൾ 12 വർഷമായി. ഞാൻ അതിലേക്ക് കൊള്ളൂ. ഞാൻ ഇതിൻ്റെ വേറൊരു തലമാണ് പറയുന്നത്. അതായത് കേരളത്തിൽ അധികാര വികേന്ദ്രീകരണം വലിയ തോതിൽ നടന്നു എന്ന് പറയുന്നൊരു സംസ്ഥാനമാണല്ലോ. ഒരു വർഷം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുന്ന ഏതാണ്ട് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് ഒരു 9,000-ലധികം കോടി രൂപയാണ്. അഴിമതിയുടെ വേറൊരു തലമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ അതിൻ്റെ ചില കണക്കുകളൊക്കെ നോക്കിയപ്പോൾ നമുക്കറിയാം, ഈ മാർച്ചിലാണ് ഈ പണം ചെലവഴിച്ചു തുടങ്ങുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെലവഴിച്ചു തുടങ്ങുന്നത് മാർച്ചിൽ ചെലവഴിച്ചു തുടങ്ങി. ഏതാണ്ട് ഒരു ഒക്ടോബർ നവംബർ വരെ ഏതാണ്ട് ഈ 9,000 കോടി രൂപയിൽ അല്ലെങ്കിൽ 8,000 കോടി രൂപയിൽ ഒരു 25-30% ഏതാണ്ട് ഒരു നവംബർ വരെ ഡിസംബർ വരെയൊക്കെ ചെലവഴിക്കപ്പെടുക. ഏതാണ്ട് 20-30%. എന്നാൽ നവംബർ മുതൽ അടുത്ത മാർച്ചിനുള്ളിൽ ആകുമ്പോഴത്തേക്കും ഈ 30 എന്നുള്ളത് ഒരു 90% അങ്ങ് കൂടുകയാണ്. അതായത് ആദ്യത്തെ 8-9 മാസം 30%, പിന്നത്തെ 2-3 മാസക്കാലം 60%. അങ്ങനെ അടുത്ത മാർച്ച് ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് 90%-ലധികം ചെലവഴിക്കുകയാണ് ഈ 8,000-9,000 കോടി രൂപയിൽ. അപ്പൊ ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ ചെലവ് ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. കേരളത്തിൽ ഏതാണ്ട് 1,200-1,300 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പൊ ഈ പണം എങ്ങനെയാണ് അവിടെ ചെലവഴിക്കപ്പെടുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഒരാളും ആലോചിക്കാറില്ല. ആദ്യത്തെ 9 മാസം കൊണ്ട് 20%, അടുത്ത 3 മാസം കൊണ്ട് 60-70%. അപ്പോൾ 9,000 കോടി രൂപയിൽ ഒരു 3,000-4,000 കോടി രൂപ അല്ലെങ്കിൽ ഒരു 5,000-6,000 കോടി രൂപ ഏതാണ്ട് 2-3 മാസം കൊണ്ട് അങ്ങ് ചെലവായിട്ട് എഴുതി അങ്ങ് വെക്കുകയാണ്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുമുണ്ട്, വലതുമുണ്ട്, BJP-യുമുണ്ട്. ഈ 3 പേരും കൂടി ചേർന്നുകൊണ്ട് ഈ പണം ചെലവഴിച്ചെഴുതിയെടുക്കുകയാണ്. അപ്പോ അഴിമതി എന്ന് പറയുന്നത് ഇവിടെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ഇടതോ വലതോ BJP-യോ എന്നുള്ള വ്യത്യാസമില്ലാതെ ഈ അഴിമതിയുടെ ഭാഗവാക്കുകളായി പോവുകയാണ്. സംസ്ഥാന തലത്തിൽ ഇടതും വലതും മാത്രമാണുള്ളത്, BJP വന്നിട്ടില്ല. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്കും ഈ പങ്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ നിലയിൽ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പൊതുഖജനാവിൽ നിന്നുള്ള പണം, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണെങ്കിൽ അവിടുത്തെ പണം ചെലവഴിക്കുന്നത് സംബന്ധിച്ച് അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഇത് ചെലവഴിക്കേണ്ട, ഇത് ഭരണാനുമതി നൽകുന്ന സമയത്ത് വിളിച്ചിട്ട് ആ 2 പാർട്ടികൾ അല്ലെങ്കിൽ 3 പാർട്ടികൾ അല്ലെങ്കിൽ 4 പാർട്ടികൾ ചേർന്നിരുന്നു കൊണ്ട് അവരവരുടേതായിട്ടുള്ള കോൺട്രാക്ടർമാർക്ക് ഈ വർക്ക് വീതിച്ച് അങ്ങ് കൊടുത്തേക്കുകയാണ്. അപ്പൊ ഈ നിലയിൽ നമ്മുടെ കേരളത്തിൽ അധികാര വികേന്ദ്രീകരണം വലിയതായി നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ കേരളത്തിൽ താഴെത്തട്ടിലേക്ക് വരുന്ന ഏതാണ്ട് ഒരു 10,000 കോടി രൂപ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ കൂടി വീതിച്ച് അങ്ങ് എടുക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ഇപ്പോൾ MLA ഫണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതും ഇതുപോലെ തന്നെ വീതം വെപ്പും പ്രവർത്തനവുമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊരു വീഡിയോ ആയി ചെയ്തിരുന്നു. അദ്ദേഹം കഴക്കൂട്ടം കോലത്തുകരയിലുള്ള ഒരു സ്കൂള്, ആ സ്കൂളിൽ ഒരു സ്റ്റേജും 4 മുറിയും അതാണ് ആകെപ്പാടെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊടുത്തത്, ഞാൻ അവിടെ 35 ലക്ഷം രൂപ കൊടുത്ത് അവിടെ ഒരു ഓഡിറ്റോറിയം പണിതു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കൊടുത്തത്. എന്താണ് അദ്ദേഹം ചെയ്തത്? ഒരു സ്റ്റേജും 4 മുറിയും, അതിന് 35 ലക്ഷം രൂപ. ചുരുങ്ങിയതൊരു 10 ലക്ഷം രൂപയിൽ കൂടുതൽ അതിന് ചെലവാഴുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഒരു ഓഡിറ്റോറിയത്തിന് മാത്രം 10 ലക്ഷം ചെലവഴിച്ചെടുത്ത് 35 ലക്ഷം ചെലവഴിക്കുകയാണ്. ഇപ്പൊ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 2 കിലോമീറ്റർ ദൂരത്തിൽ ഒരു സിവറേജിന്റെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. 2 കിലോമീറ്റർ 10.06 കോടി രൂപ ചെലവഴിക്കുന്നു എന്നാണ് അദ്ദേഹം വലിയ ഫ്ലെക്സ് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ നിലയിൽ അഴിമതി എന്ന് പറയുന്നത് സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗവാക്കുകളാവുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും.
ഇപ്പൊ നേരത്തെ ആരാണ് എനിക്കൊന്ന് ജയശങ്കറാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ഉള്ള തെരഞ്ഞെടുപ്പ് ചെലവിന്റെ കണക്ക്. ആ തെരഞ്ഞെടുപ്പ് ചെലവിന്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയാണ് തെരഞ്ഞെടുപ്പ് ചെലവെങ്കിൽ നമുക്കറിയാം 60-70 ലക്ഷം രൂപയാണ് ചെലവഴിക്കപ്പെടുന്നത്. ആ ചെലവഴിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ തന്നെയാണ്. അത് ഇടത് ആയിക്കോട്ടെ, വലതായിക്കോട്ടെ, BJP ആയിക്കോട്ടെ. അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഴിമതി സ്ഥാപനവൽക്കരിച്ചിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ അഴിമതി ഭാഗഭാക്കാണ്, വീതം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വലിയ തോതിൽ സ്വത്ത് സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശനങ്ങൾ വരുമ്പോഴും അത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ വലിയ വിഷയമാക്കി എടുക്കാത്ത. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. കേരളത്തിൽ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ. ആ R. ചന്ദ്രശേഖരൻ കശുവണ്ടി കോർപ്പറേഷന്റെ ചെയർമാൻ ആയിരുന്നപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്നും പറഞ്ഞിട്ട് 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 റിപ്പോർട്ടുണ്ട്. CAGയുടെ റിപ്പോർട്ട് വന്നു, ധനകാര്യ പരിശോധന വിഭാഗത്തിന്റെ 2 റിപ്പോർട്ട് വന്നു, റിയാബിന്റെ ഒരു റിപ്പോർട്ട് വന്നു, KM എബ്രാമിന്റെ ഒരു രഹസ്യ റിപ്പോർട്ട് വന്നു. ഈ റിപ്പോർട്ടിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ 2015 നമ്മുടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി CBI അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടു. ആ 2015 ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ CBI 5 വർഷം അന്വേഷിച്ചു. പിന്നെ R. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ബന്ധുവായിരുന്ന അവിടെ MD ആയിരുന്ന K. രതീഷ് പറഞ്ഞ ആളെയും പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷന് അനുമതി ചോദിച്ചു. ആരുടെ അടുത്ത്? പിണറായി വിജയന്റെ അടുത്ത്. എതിരാളികളാണല്ലോ അവർ. അപ്പം മന്ത്രിയായിട്ടുള്ള മേഴ്സിക്കുട്ടിയമ്മയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് എഴുതി കൊടുത്തു. പിണറായി വിജയൻ എന്ത് ചെയ്തു? പ്രോസിക്യൂട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു. കശുവണ്ടി കോർപ്പറേഷനിൽ കോടികളുടെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 5 വർഷം CBI അന്വേഷിച്ചിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം ചോദിച്ച കേസിലാണ് അദ്ദേഹത്തിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന പിണറായി വിജയൻ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരനെ രക്ഷിച്ചത്. ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണ്? ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരഭിപ്രായവും ഇല്ല. കാരണം അത് അദ്ദേഹത്തിന്റെ പക്ഷക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രശ്നമില്ല, പിണറായി വിജയന് പ്രശ്നമില്ല. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് BJP-ക്കാർ പോലും ഇതൊരു വിഷയമാക്കി എടുത്തില്ല. ഈ R. ചന്ദ്രശേഖരനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നുള്ളത് BJP-ക്കാർ പോലും ഒരു പ്രസ്താവനയായിട്ട് പുറത്തു വന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ അഴിമതി സ്ഥാപനവൽക്കരിക്കപ്പെടുകയും എല്ലാ രാഷ്ട്രീയ K. സുരേന്ദ്രൻ പ്രസ്താവന ഇറക്കിയിരുന്നു. ഇതിനകത്ത് പിണറായിയും ഇവരായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്, ഇവർ തമ്മിൽ രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നുള്ള പ്രസ്താവന ഇറക്കിയിരുന്നു. ഇറക്കിയത് ശരിയായിരിക്കാം, പക്ഷെ അത് ആ പ്രസ്താവനയിൽ മാത്രമേ ഒതുങ്ങിയുള്ളൂ എന്നുള്ളതാണ് പിന്നെ എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പ്രസ്താവനകളൊന്നും കണ്ടില്ല. പിന്നെ സുരേഷ് ശ്രദ്ധിച്ചുകൊള്ളണം, പിന്നെ പ്രസ്താവനയൊന്നും കണ്ടില്ല. ഇത് യഥാർത്ഥത്തിൽ BJP ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമായിരുന്നു. വേണ്ട പോലെ അത് എടുത്ത് കണ്ടില്ല എന്നുള്ള വിമർശനം ഞാനിപ്പോൾ പരസ്യമായി ഉന്നയിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ തലങ്ങളിലും അഴിമതി സ്ഥാപനവൽക്കരിക്കപ്പെടുകയും പറ്റാവുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം പൊതുഖജനാവിൽ നിന്നുള്ള ഇതിന്റെ പങ്ക് പറ്റി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാകെ ഈ അഴിമതിയിൽ അസ്വസ്ഥരാണ്. ആ അസ്വസ്ഥത അവര് വലിയ തോതിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴിമതിക്കെതിരായി നമ്മൾ പറയുമ്പോൾ ആ അഴിമതിക്കെതിരായി ഇടതടവില്ലാതെ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള നിലയിൽ അഴിമതിക്കെതിരായി പോരാട്ടം നടത്തുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള തോന്നൽ ഇവിടെ പൊതുജനങ്ങളുടെ ഇടയിൽ ശക്തമാണ്. അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാധാരണ അണികളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവർക്ക് കഴിയാവുന്നിടങ്ങളിൽ ഈ ചക്കരക്കുടത്തിൽ കൈയിട്ട് വാരുന്നുണ്ട് എന്നുള്ള ഒരു വാദമുഖമാണ് എനിക്ക് അത് സംബന്ധിച്ച് ഉയർത്താനുള്ളത്. ഓക്കെ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് വരാം. ഒരിടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ ഫോക്കസ് ചെയ്താണ് ഈ ചർച്ച ആരംഭിച്ചത്. KM ഷാജഹാൻ അഴിമതി സ്ഥാപനവൽക്കരിച്ചു എന്നുള്ള ഒരു ആരോപണം ഉയർത്തുന്നു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ ഉയർന്ന ആരോപണം, കൂപ്പർ കാർ തേടിപ്പോയ സംഭവം, ഇപ്പോഴത്തെ മയക്കുമരുന്ന് കച്ചവടം അടക്കം ബിനോയ് കോടിയേരിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണം. CPM-ന് എന്ത് പറ്റി? ജീർണതയിലേക്കാണോ ഈ പാർട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെ കാണുന്നു?
CPM-ന് എന്ത് പറ്റി എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്ന് ഇതിനു മുമ്പ് സംസാരിച്ച ഷാജഹാൻ്റെയും മറ്റും വാക്കിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട്. സ്ഥാപനവൽക്കരിക്കപ്പെട്ടു എന്ന് ഷാജഹാൻ പറയുമ്പോൾ അദ്ദേഹം എല്ലാ പാർട്ടികളെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CPM എന്ന കമ്മ്യൂണിസ്റ്റ് കക്ഷി, ഇടതുപക്ഷ കക്ഷി അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായിരുന്നു, അതിൽ അപവാദം ആകേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് യോജിപ്പുണ്ട്, എനിക്ക് സംശയമില്ല. പക്ഷേ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയും സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ രാഷ്ട്രീയക്കാരാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളാണ് എല്ലാ അഴിമതിക്കും കാരണക്കാർ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് ബ്യൂറോക്രസി എന്നൊരു വിഭാഗമുണ്ട്. ഞാനിപ്പോൾ ശിവശങ്കരനെയോ അല്ലെങ്കിൽ മറ്റാരെയോ മുൻനിർത്തിയല്ല ഇത് പറയുന്നത്. പൊതുരംഗത്തേക്ക് വന്നപ്പോൾ മുതൽ ഞാൻ അറിയുന്ന അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ ഒരു MLA, MP അല്ലെങ്കിൽ മന്ത്രി തന്നെ ആയിക്കൊള്ളട്ടെ, അവർ നടത്താൻ കഴിയുന്നതിനേക്കാൾ വലിയ അഴിമതി നടത്തുന്നതിന് സൗകര്യമുള്ളവരും പ്രാപ്തിയുള്ളവരും മനസ്സുള്ളവരും അത് ഉദ്യോഗസ്ഥന്മാരാണ്. അവരാ തലത്തിൽ വലുതായി അത് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമെല്ലാം നമുക്ക് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. CPM-നെ സംബന്ധിച്ച് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നു എന്ന് സുരേഷ് ബാബു ആ രീതിയിൽ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പില്ല. അത് പലതും കേൾക്കാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഒരു ജാഥയ്ക്കിടയിൽ കൂപ്പർ കാറിൽ കയറിയെന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം 5 മിനിറ്റ് നീണ്ടുനിന്ന ഒരു യാത്ര, ചിലപ്പോൾ 5 മിനിറ്റ് പോലും ഉണ്ടായി കാണില്ല. നമ്മൾ അതിനെയൊക്കെ മുൻനിർത്തിയല്ല അഴിമതി എന്ന ആക്ഷേപം ഉന്നയിക്കേണ്ടത്. അഴിമതി എന്നത് മറ്റു രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, CPM എന്ന പാർട്ടിയുമായി ബന്ധപ്പെടുത്തി ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്നതിനുള്ള അവസരം ഒഴിവാക്കണമായിരുന്നു. കാരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുറെ കൂടി സംശുദ്ധമായ, മാതൃകാപരമായ, ധർമാധിഷ്ഠിതമായ ഭരണം ഇടതുപക്ഷത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് സംശയങ്ങൾ ഉളവാക്കത്തക്ക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ശരിയായ രീതിയിലുള്ള വിശദീകരണം നൽകി സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള അധിക ഭാരം കൂടി ഇപ്പോൾ പാർട്ടിയിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഈ ചർച്ച എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ സുരേഷ് ബാബു തന്നെയാണ് അന്നും ആങ്കർ ചെയ്തിരുന്നത്, KS രാധാകൃഷ്ണൻ എന്നുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്, പൊതുരംഗത്തെ അഴിമതി എന്നുള്ളത്. നമുക്കിനിയും എത്ര കാലം വേണമെങ്കിലും ചർച്ച ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും അഴിമതിക്ക് ഒരു മാറ്റവും വരില്ല. ഇപ്പോൾ എഡ്വേർഡ് ഗിബന്റെ പ്രഖ്യാതമായൊരു പുസ്തകമുണ്ടല്ലോ, ദ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ. അതിന് അദ്ദേഹം പറയുന്ന കാരണം, ആ സാമ്രാജ്യത്തിൻ്റെ അപചയത്തിനും അധപ്പതനത്തിനും അദ്ദേഹം പറയുന്ന കാരണം അഴിമതിയായിരുന്നു. അഴിമതി അതിന് യാതൊരു മാറ്റവും വരാതെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇവിടെ വ്യക്തികളെക്കുറിച്ച് ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായി. ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ പല പേരുകളും പരാമർശിക്കപ്പെട്ടു. സമാദരണീയരായ പേരുകളും അക്കൂട്ടത്തിൽ വരികയുണ്ടായി. മഹാത്മാഗാന്ധി പറഞ്ഞല്ലോ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞില്ലേ. അഴിമതിയെക്കുറിച്ചും അത് തന്നെ പറയാം. ഒരാളുടെ ജീവിത രീതി കാണുമ്പോൾ നമുക്കറിയാം അയാൾ അഴിമതിക്കാരനാണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ പലരുടെയും പേരുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒരു പേര് കൂടി പറയുകയാണ്. ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് മുൻ മന്ത്രിയാണ്, അദ്ദേഹം ഇപ്പോൾ MLA ആണ്. അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ ഒരു കല്യാണത്തിനുള്ള ക്ഷണം കിട്ടിയാൽ ആ വിളിച്ച ആളിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ആവശ്യവും മനസ്സിലാക്കി ഒരു കവർ കൊടുത്തയക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. 5000 രൂപയാകാം, 10000 രൂപയാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ വരുമായിരിക്കാം. അതിന് ജനങ്ങൾക്ക് ഒരു സന്തോഷമായിരുന്നു അത്. ഇബ്രാഹിം കുഞ്ഞിനെ കല്യാണക്കുറി കൊടുത്താൽ ഒരു കവർ തിരിച്ചു കിട്ടും എന്നുള്ളത്. അവിടെ എനിക്കുള്ള സംശയം, ഞാനും ആ ജനപ്രതിനിധിയായിരുന്നല്ലോ, എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു സാമ്പത്തിക സഹായം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ജനങ്ങളുടെ നോട്ടത്തിൽ അത് ചെയ്യാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന ഇബ്രാഹിം കുഞ്ഞ് സമർത്ഥനായ അല്ലെങ്കിൽ നല്ലവനായ ജനപ്രതിനിധിയും അത് ചെയ്യാതെ ഇപ്പുറത്ത് നിൽക്കുന്നവർ, ഞങ്ങളൊക്കെ പാർട്ടിക്ക് ലെവി കൊടുത്ത് ബാക്കിയുള്ള പണം കൊണ്ട് രണ്ടറ്റവും മുട്ടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്നു. ഞങ്ങൾക്ക് സാധിക്കില്ല, ഞങ്ങളൊക്കെ മോശക്കാരുമാവുന്നുണ്ട്. അപ്പോൾ അഴിമതിയെക്കുറിച്ചുള്ള പൊതുസമൂഹത്തെ, ഞാനിപ്പോൾ ഇതൊരു രാഷ്ട്രീയ ചർച്ച അല്ല എന്ന് കരുതി ഞാൻ പറയുകയാണ്, അഴിമതിയെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ പൊതുജനത്തിൻ്റെ വീക്ഷണം, അവരുടെ സമീപനം, അതിൽ അടിസ്ഥാനപരമായ മാറ്റം വരുന്നില്ലെങ്കിൽ വരാത്തിടത്തോളം കാലം ഈ അഴിമതിക്ക് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ അഴിമതിക്കാർ എന്ന് കുറ്റപ്പെടുത്തുന്നവർ, ആരോപിക്കപ്പെടുന്നവർ, അവർ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയാൽ ജയിലിൽ പോകണമായിരിക്കാം. പക്ഷേ ജയിലിൽ പോയാൽ പോലും അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതാകുന്നില്ലല്ലോ. ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഇന്നലെ കഴിഞ്ഞു. അവിടെ ലാലു പ്രസാദിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പക്ഷെ ലാലു പ്രസാദിൻ്റെ സ്വാധീനം കുറയുന്നുണ്ടോ? അഴിമതിക്കാരനായതുകൊണ്ട് ലാലു പ്രസാദിനെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരെയും
ഒഴിവാക്കണം, അല്ലെങ്കിൽ ഞങ്ങളിതാ നിരാകരിക്കുന്നു എന്ന് ബീഹാറിലെ ജനങ്ങൾ പറയുമോ? അപ്പം അങ്ങനെ പറയാൻ കഴിയാത്തിടത്തോളം നമ്മൾ ആരെ വേണമെങ്കിലും നമുക്ക് കുറ്റപ്പെടുത്താം. അതെല്ലാം സാങ്കേതികമായ കുറ്റപ്പെടുത്തലായിരിക്കും. അഴിമതി നിരോധന നിയമമനുസരിച്ച് നമുക്ക് പലരെയും കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാം, ശിക്ഷിക്കാം. പക്ഷെ അതിനപ്പുറത്ത് അഴിമതിയോടുള്ള പൊതുസമൂഹത്തിൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ചർച്ചകൾ കൊണ്ട് നാം ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ, ഒരിടവേളയ്ക്ക് ശേഷം ഡോക്ടർ കെ എം രാധാകൃഷ്ണനിലേക്ക് വരാം. കെ എസ് രാധാകൃഷ്ണൻ.